ഇന്നൊരു ഈറ്റിന്റെ ഡേയും മൊത്തത്തിൽ പാളിയൊരു ഡേയും ആണ് കേട്ടോ. രാവിലെ തന്നെ മാഗി കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി ഉണ്ടാക്കിയതാണ്. ഇതിപ്പോ മാഗി കഞ്ഞിയാണോ സൂപ്പാണോ എന്തിനോ എന്തോ. അങ്ങനെ സുനാമിയിൽപ്പെട്ട മാഗി കഴിച്ചതിന് ശേഷം പിന്നെ ഇറങ്ങിയത് നേരെ നമ്മുടെ മുറ്റത്തേക്കാണ്. ചെടികളെല്ലാം മാറ്റി വെക്കണം. ഈതൂട്ടി നടന്നു തുടങ്ങിയോടും കൂടി എന്റെ ചെടികളുടെ പൂക്കൾ മൊത്തം ഒളിപ്പിച്ചിക്കളയാണ് അവളുടെ മെയിൻ പരിപാടി. ഇതിനിടയ്ക്ക് ചെയ്തുകൊണ്ട് വന്ന പണി നിർത്തി വെച്ചിട്ട് മോനെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ചതായിരുന്നു. അങ്ങനെ ഞാനൊന്ന് മോനെ സ്നേഹിച്ചപ്പോ എന്റെ കണ്ണ് വെട്ടിച്ച് ചീതൂട്ടി പൂക്കൾ മൊത്തം പിച്ചിക്കളഞ്ഞു. പിള്ളേർക്ക് രാവിലെ ഇച്ചിരി നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ വിചാരിച്ച് തുടങ്ങിയതാണ്. അവസാനം അത് ഉപ്പുമാവിൽ ചെന്ന് അവസാനിച്ചു. അച്ഛൻ തോട്ടത്തിൽ നിന്ന് വന്നപ്പോ കാട്ടുപേരക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത് കാട്ടുപേരക്കല്ല കൈപ്പം പേരക്കയാണെന്ന്. ഇനി ഈ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ട് പോകാനാണെന്നാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ. പാവം ചെയ്തുകൂട്ടി എന്നെ പോലെ തന്നെ കേട്ടോ. എവിടെയെങ്കിലും വായി നോക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കടയിൽ ചെന്ന് സാധനങ്ങൾ മേടിക്കുന്നതിനിടയ്ക്ക് എന്റെ കണ്ണ് നേരെ പോയത് ദേണ്ട ഈ ഇരിക്കുന്ന സാധനത്തിലേക്കാണ്. കോൾഡ് കോഫി 139 രൂപയാണ് ഇതിന്റെ വില. മേടിച്ച കോൾഡ് കോഫി ബാഗിൽ വെച്ച് പൂട്ടി വെച്ചിട്ട് കടയിൽ പോയി ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ കവർ പൊട്ടിച്ച് ഒരു പാക്കറ്റ് ബ്രൗണിയും അകത്താക്കി. പിന്നെ കുറച്ചു നേരം പറമ്പിലൊക്കെ തെണ്ടിപ്പറക്കി കിടന്നപ്പോ ദേണ്ട കിടക്കുന്ന നമ്മുടെ താരം. ഈ മുളച്ച കശുവണ്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ്. പണ്ട് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാല്ലേ. പാവം അല്ലേ എന്ന് പറഞ്ഞ് ഒരു പീസ് കൊടുത്തതാണ്. പക്ഷെ അത് കഴിച്ച അവന്റെ മുഖം കണ്ടാൽ പറയും അവൻ ചാണകത്തിൽ ചവിട്ടിട്ട് നിൽക്കണമെന്ന്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഈ പേക്കൂത്ത് കണ്ടിട്ട് ആരും പേടിച്ചോടണ്ട കേട്ടോ. അത് പിന്നെ ഓണമൊക്കെ അല്ലേ വരുന്നത്. എന്നാ പിന്നെ 2 സ്റ്റെപ്പ് തിരുവാതിര അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു. തിരുവാതിര കളിച്ച് ക്ഷീണിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോ കോൾഡ് കോഫി കഴിച്ചാലോ. അങ്ങനെ കുപ്പി പൊട്ടിക്കാൻ നോക്കി കയ്യിലിരിക്കുന്ന കോൾഡ് കോഫി ഹോട്ട് കോഫി ആയാലും ഇന്ന് ഈ ബോട്ടിൽ തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കയ്യിലിരിക്കുന്ന സാധനം എന്തോ വലിയ സംഭവം ആണെന്നും പറഞ്ഞാണ് ഞാൻ ഈ സാധനം മേടിച്ചതും കുടിച്ചു നോക്കിയത്. പക്ഷെ 139 രൂപയ്ക്ക് മേടിച്ച ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സത്യം പറഞ്ഞ പച്ചവെള്ളത്തിൽ കാപ്പിപ്പൊടി പഞ്ചസാര ഇട്ട് കുടിച്ച പോലെ ഉണ്ടായിരുന്നു. ആ 139 രൂപയ്ക്ക് എന്തോരം ചായ മേടിച്ചു കുടിക്കായിരുന്നു. എന്തായാലും ഞാൻ പെട്ട്. എന്നാ പിന്നെ ലവനെ ഒന്ന് പെടുത്താന്ന് വിചാരിച്ചു. കൊള്ളൂലെന്നും പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയവൻ ദേണ്ട നിന്ന് മാക്ക കുടിക്കുന്നു. കുറച്ച് വള്ളിപ്പയർ ഇട്ടിട്ടുണ്ട്. എന്നാ പിന്നെ അതൊന്ന് അരിഞ്ഞെടുക്കാന്ന് പറഞ്ഞ് ചെന്നിരുന്നപ്പോ ഇതുവരെ ഇല്ലാത്തൊരു വെയിലെണ്ണാച്ചി ഇത് എവിടെ നിന്ന് വന്ന് എന്റെ ഉച്ചയ്ക്ക് അടിക്കുന്നു. ഇതുപോലെ ഇടിച്ചെടുത്ത മുളകൊക്കെ ചേർത്ത് ഈ പയർ അങ്ങോട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. എന്ത് ടേസ്റ്റ് ആണെന്നറിയാവോ. ഇനി ചോറ് കഴിക്കാൻ നല്ല ഉടങ്ങല് മുളക് ഇട്ട തൈര്. പിന്നെ വേണ്ട നമ്മുടെ പണ്ടത്തെ മാങ്ങ അച്ചാറ് 5 രൂപയുടെ. ഇനി ചോറിലേക്ക് 1 സ്പൂൺ തൈര് ഉടങ്ങല് മുളക് കൂടെ അങ്ങോട്ട് എടുത്ത് വെക്കണം. ഇനി ആ ഉടങ്ങല് മുളക് ആ തൈരിലേക്ക് പൊട്ടിച്ച് ചേർത്ത് ചമ്മന്തിയും കൂട്ടി പിടിപിടിക്കണം. ആ ഉടങ്ങല് മുളകിന്റെയും തൈരിന്റെയും ചമ്മന്തിയുടെ എല്ലാത്തിനും കൂടെ ടേസ്റ്റ് ആകുമ്പോൾ ഒരു രക്ഷയില്ല. കൂടെ വേണ്ട നമ്മുടെ പണ്ടത്തെ മാങ്ങ അച്ചാറും. ദേവിയിൽ ഇത് കാണുന്നവരുടെ വായിൽ നിറഞ്ഞ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് ബാക്കി കാണേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണതാണ് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി എന്ന് പറയൂലേ. ആദ്യം സംഭവം പിള്ളേര് രണ്ടും കൂടെ ദേണ്ട പുറത്ത് കിടന്ന് അർമാദിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഒരാൾ മൂടും കുത്തി വീണത് കണ്ട് നന്നായിട്ട് ചിരിച്ചോണ്ടിരുന്നതായിരുന്നു ഞാൻ. ചിരിയുടെ ആഘാതം കൂടിപ്പോയിട്ടാണോ അവന്റെ പിടുത്തത്തിന്റെ ആഘാതം കൂടിപ്പോയിട്ടാണോ അറിഞ്ഞുകൂടാ. ഞാനും മൂടുന്നിൽ വീണായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പതുക്കെ പൊടിയും തട്ടി എണിച്ച് പോയിട്ട് നോക്കിയപ്പോഴാണ് എന്റെ റോസയിൽ കോളിഫ്ലവർ കാച്ചിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ വയ്യ. ഒരു ചെറിയ കോളിഫ്ലവർ എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് അമ്മ വിതിരയിൽ പോയിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പൊ നാരങ്ങയും മാങ്ങയും പിന്നെ വേണ്ട മുട്ടക്കാട്ട ഏത്തക്കപ്പം കയ്യിൽ കിട്ടിയ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് ഞാൻ പറയണ്ടല്ല. ചായ കൂടി. ഏത്തക്കപ്പം എന്ന് പറഞ്ഞിട്ട് മുളക് ഭോജനാണോ തന്നത്. ഭയങ്കര എരിവ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. രാത്രിയിൽ കഴിക്കാൻ വയറിന് സ്ഥലമില്ല. അപ്പൊ ടാറ്റ.